ഭാഗവതഹംസം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ദേഹവിയോഗത്തിന് ശേഷം നടക്കുന്ന 4ാമത്തെ ജന്മദിന സമ്മേളനമാണിത്. മള്ളിയൂരിൻ്റെ 94ാം ജയന്തി കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ നിയുക്ത ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോംസൺ IAS ജയന്തി ആഘോഷങ്ങളിലെ മുഖ്യാതിഥിയും മുഖ്യ പ്രഭാഷകനുമാണ്. സ്പോർട്സ് അതോറിറ്റിയിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ ജിജി തോംസൺ നമ്മുടെ നാടിൻ്റെ ഭരണനിർവഹണ രംഗത്ത് അച്ചടക്കത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയുമായ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം, ആത്മാർത്ഥത, പ്രവർത്തന കുശലത, സർവോപരി ആത്മീയമായ ഉൾക്കാഴ്ച നമ്മുടെ നാടിന് പുതിയൊരു ഉണർവും ഊർജ്ജസ്വലതയും നൽകുക തന്നെ ചെയ്യും. ആ സാന്നിധ്യം നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജിജി തോംസൺ IAS അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാഗവത ഹംസ ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്നതിന് മുൻപ് പരിപാവനമായ ഈ ക്ഷേത്രനടയിൽ എത്താൻ കഴിഞ്ഞത് പരിശുദ്ധിയുടെ നിറകുടവും സ്വാത്വികനും ഭക്തനും പുണ്യശ്ലോകനുമായ ശങ്കരൻ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സാദരം പ്രണമിക്കട്ടെ. ജന്മം കൊണ്ട് ഭാരതീയനും സംസ്കാരം കൊണ്ട് ഹൈന്ദവനും വിശ്വാസം കൊണ്ട് ക്രൈസ്തവനുമായ എനിക്കിവിടെ എന്ത് കാര്യം എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും സംശയിച്ചേക്കാം. ഞാൻ വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമയാണ്. എന്താണ് സമ്പത്തെന്നറിയാമോ? എനിക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. അതാണ് എൻ്റെ സമ്പത്ത്, അതാണ് എൻ്റെ പിൻബലം. ഈ സ്നേഹിതന്മാർ വിവിധ മതവിശ്വാസികളാണ്. അവരവരുടെ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്നെ അവർ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി അവർ മറ്റെല്ലാം മാറ്റിവെക്കുന്നു. തിരുപ്പതിയിലും ശബരിമലയിലും ഗുരുവായൂരിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അവർ എനിക്ക് വേണ്ടി വഴിപാടുകൾ നേരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്നേഹിതരുടെ ഒരു വലിയ വലയം എനിക്കുണ്ട്. അവരിൽ ചിലരൊക്കെ ഇവിടെ ആഗതരാണ്. അതിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ വർഷം മുതലേ എന്നോട് പറയുന്നു, ഈ മള്ളിയൂരിൽ ചെന്ന് സാറൊന്ന് പ്രസംഗിക്കണം എന്ന്. അത് മറ്റാരുമല്ല, എൻ്റെ സ്നേഹിതൻ ഗുജറാത്തിലുള്ള അഭിലാഷ് മുരളീധരനാണ്. അദ്ദേഹം ഇവിടെ ആഗതനല്ല. അപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഭാഗവതത്തെക്കുറിച്ച് അറിയണ്ടേ? അതറിയാതെ എങ്ങനെ നിങ്ങളോട് സംസാരിക്കും? അപ്പോൾ ഭാഗവതം എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ മറ്റൊരു ആത്മമിത്രമാണ്, കൃഷ്ണകുമാർ. അദ്ദേഹവും ഇവിടെ ആഗതനല്ല. ഈ സ്നേഹിതന്മാരെ എല്ലാം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 2500ഓളം ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തി ഭാഗവത സേവരത്ന എന്ന ബഹുമതി ആർജിച്ച അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനാ ഗീതികൾ കൊണ്ട് ധന്യമാണ് ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസരങ്ങളും. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ
ഇപ്പോഴും ഈ വിശുദ്ധ ക്ഷേത്രത്തിൽ അലയടിക്കുന്നുണ്ട്. ഭഗവാന് മുൻപിൽ സർവ്വതും അടിയറ വെച്ചിട്ടാണ് അദ്ദേഹം ഭാഗവത പാരായണം നടത്തിയത്. ജീവിതത്തിൽ നേരിട്ട എല്ലാ വൈഷമ്യങ്ങളെയും തരണം ചെയ്യാൻ അദ്ദേഹം കണ്ട മാർഗം ഭാഗവത പാരായണമായിരുന്നു, ഈശ്വരോപാസനമായിരുന്നു. കലികാലത്തിന് ദോഷങ്ങൾ ഏറെയുണ്ട്, എന്നാൽ അതിനൊരു ഗുണവുമുണ്ട്. എന്താ ഗുണം? ശ്രീകൃഷ്ണ കീർത്തനം ചെയ്താൽ മോക്ഷം ലഭിക്കും. അതിന് ഏറ്റവും സഹായം ഭാഗവതം ആണ് എന്നാണ് പ്രസിദ്ധി. സംസാര ദുഃഖം ശമിക്കണമെങ്കിൽ ഭാഗവതം വായിച്ചാൽ മതി. ഈശ്വരോപാസനത്തിലൂടെ ഭാഗവത ഹംസം കാട്ടിത്തന്നതും അതുതന്നെയാണ്. ഈശ്വരോപാസന എങ്ങനെയുള്ളതായിരിക്കണം? നമ്മളെല്ലാവരും ഈശ്വരനെ ഉപാസിക്കുന്നവരാണ്. ഞാനും ഇവിടെ ഈ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, മോൻസ് ജോസഫ്, സാജു ജേക്കബ് തുടങ്ങിയ ഞങ്ങൾ ക്രൈസ്തവരും ഈശ്വരോപാസകരാണ്. ഈ ഈശ്വരോപാസനയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ വൈഷമ്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഈശ്വരോപാസന നടത്തുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറാൻ വേണ്ടി നാം ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ഈശ്വരോപാസന നടത്തുമ്പോഴും നമുക്ക് ചിലപ്പോൾ ചില സംശയങ്ങൾ തോന്നാം. ഇത്രയും ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തിയിട്ടും, ഇത്രയും പെരുന്നാളുകളിൽ പങ്കെടുത്തിട്ടും, ഇത്രയും പ്രാർത്ഥനകൾ നടത്തിയിട്ടും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തേ എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നില്ല? എന്തേ എൻ്റെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല? നോക്കൂ, ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 25 വർഷങ്ങളായി ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒരു നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ സ്നേഹിതന്മാരും അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒരു വിടുതൽ കിട്ടുന്നില്ല. ഇതിന് കാരണം എന്ത് എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഒരു ദിവസം ഞാൻ വിശുദ്ധ വേദപുസ്തകം ഒന്ന് മറിച്ചു നോക്കി. ഇന്ന് വരെ വായിക്കാത്ത ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാലാഖി എന്നൊരു പ്രവാചകൻ എഴുതിയ ഒരു വേദഭാഗമാണ്. അതിൽ എഴുതിയിരിക്കുന്നു, God sits there like a silversmith. സ്വർണം പണിയുന്ന അല്ലെങ്കിൽ വെള്ളി പണിയുന്ന ഒരു തട്ടാനെ പോലെ ദൈവം അവിടെ ഇരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവം ഒരു തട്ടാനാണോ? അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്തായിരിക്കാം ഇതിൻ്റെ അർത്ഥം? അപ്പോൾ എനിക്ക് മനസ്സിലായി, തട്ടാൻ എങ്ങനെയാണ് സ്വർണം പണിയുന്നത് അല്ലെങ്കിൽ വെള്ളി പണിയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. തട്ടാൻ ഒരു വെള്ളി കഷ്ണം എടുത്ത് ചമണയിൽ പിടിച്ചിട്ട് അത് തീയിലേക്ക് ഇങ്ങനെ വെക്കും, അല്ലേ? എന്നിട്ട് തീയുടെ അകത്ത് ഏറ്റവും മധ്യത്തിൽ വെക്കും. കാരണം അവിടെയാണ് തീയുടെ ആധിക്യം കൂടുതലുള്ളത്, ഇന്റൻസിറ്റി കൂടുതലുള്ളത്. ആ ഭാഗത്ത് അവരിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ തീയുടെ ശക്തിയിൽ ഈ വെള്ളി കഷ്ണത്തിലുള്ള ഇംപ്യൂരിറ്റീസ്, അഴുക്ക്, അതെല്ലാം മാറണം, അതങ്ങ് അലിഞ്ഞു മാറണം. ഇത് എത്ര നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും? ഈ തീയുടെ ആധിക്യത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തട്ടാൻ കൈവിടുന്നില്ല. തട്ടാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴാണ് ഈ തട്ടാൻ ഇത് എടുത്തു മാറ്റുന്നത്? എപ്പോഴാണോ ഈ വെള്ളിക്കഷ്ണത്തിൽ തൻ്റെ ബിംബം, തൻ്റെ പ്രതിബിംബം കാണുന്നത്, അപ്പോൾ അവൻ അത് എടുത്തു മാറ്റും. ഇതാണ് സിൽവർ സ്മിത്ത് അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് ചെയ്യുന്നത്. ദൈവം ഇതുപോലെ നമ്മളെയും അവൻ ഒരു ചവണയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തീയുടെ അകത്തേക്ക് വെച്ചിരിക്കുക. ഏറ്റവും കാഠിന്യമുള്ള സ്ഥലത്താണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിക്കൊന്നും വേണ്ട, അവൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, മാറിപ്പോയിട്ടൊന്നുമില്ല. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും
എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളിലുള്ള അഴുക്കുകൾ, നമ്മളിലുള്ള ദുർമേധസ്, നമ്മളിലുള്ള തെറ്റായ ചിന്തകൾ, പ്രവൃത്തികൾ ഇതെല്ലാം മാറണം. നമ്മളെ നല്ല തികഞ്ഞ ശുദ്ധനാക്കി മാറ്റണം. അത് അവൻ്റെ ചിത്രം, അവൻ്റെ ബിംബം, അവൻ്റെ റിഫ്ലക്ഷൻ എപ്പോഴാണോ നമ്മളിൽ കൂടി പ്രതിധ്വനിക്കുന്നത്, അപ്പോൾ അവൻ പറയും മതി മതി, ഇനി തിരിച്ചു വിളിക്കോളൂ, നീ നിന്റെ ജോലി ചെയ്തുകൊള്ളൂ എന്ന് പറയും. ഇതാണ് വാസ്തവത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ബോധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല, എനിക്ക് സങ്കടമില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, തീർച്ചയായും എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കും. അത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നോക്കൂ, ചിലരൊക്കെ പറയും താൻ പാതി ദൈവം പാതി. ഇത് നടപ്പുള്ള കാര്യമല്ല. താൻ പാതി ദൈവം പാതി ഒന്നൊന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന ആ സന്ദർഭം ഓർത്താൽ മതി. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ പാഞ്ചാലി എന്താ ചെയ്യുന്നത്? പാഞ്ചാലി തൻ്റെ മുമ്പിലിരിക്കുന്ന ഭർത്താക്കന്മാരെ തലയും കുടിച്ചിരിക്കുക 5 പേര്. അവരെ പേര് ചൊല്ലി വിളിച്ച് കരയുന്നുണ്ട്, ഇല്ലേ? ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെന്താ ചെയ്തത്? പിന്നെ കൃഷ്ണനെ വിളിച്ചു. അപ്പോൾ ഒരു കൈ സാരിത്തുമ്പിൽ പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ നീട്ടിയിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ എത്തുന്നില്ല. പിന്നെ അവസാനം ഒരു നിവൃത്തിയുമില്ലാതായപ്പോൾ 2 കൈയും വിട്ട് കൃഷ്ണ എന്ന് വിളിച്ചു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി. താൻ പാതി ദൈവം പാതി എന്നില്ല. മള്ളിയൂർ തിരുമേനി അതാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിത വൈഷമ്യങ്ങൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം സർവസ്വവും അടിയർ വെച്ചാണ് പാരായണം നടത്തിയത്, ഭാഗവത പാരായണം നടത്തിയത്. അതാണ് ഈ ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതീയരുടെ സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ അഭ്യുന്നതിയുടെ ആധാരശിലകളാണ് അഷ്ടദശ പുരാണങ്ങൾ. പരിശുദ്ധ ജ്ഞാനത്തിലൂടെ ശക്തി ആർജിച്ച് ഭക്തി ആർജിച്ച് മുക്തി നേടുക എന്നുള്ളതാണ് സകല പൗരാണികന്മാരുടെയും ആത്യന്തികമായ ലക്ഷ്യം. ബ്രഹ്മനിർമ്മിതങ്ങളായ ഈ പുരാണങ്ങളിലൂടെ മനുഷ്യൻ സമുത്കൃഷ്ടവും സമുദാത്തവും സംശുദ്ധവുമായ ബ്രഹ്മപ്രകാശത്തെ പ്രകാശിപ്പിച്ച് ബ്രഹ്മമായി ഭവിക്കുന്നു. ഇപ്രകാരം നമ്മെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന ഭാരതീയ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് വേദവ്യാസ പ്രണീതമായ ശ്രീമദ് ഭാഗവതം. ഭഗവാൻ വേദവ്യാസനാണ് ഭാഗവതം എഴുതിയതെന്ന് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 18,000 ശ്ലോകങ്ങൾ അടങ്ങിയ ഭാഗവതത്തിന് 12 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തെയും ഓരോ സ്കന്ധം എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങൾ വിന്യസിച്ച് കഴിഞ്ഞ ശേഷം ധർമ്മവിചിന്തനം ചെയ്യുന്ന മഹാഭാരതവും എഴുതിയ വേദവ്യാസന് എന്തോ ഒരു തൃപ്തിയില്ലായ്മ അനുഭവപ്പെട്ടു. ഈ അനുഭവം അദ്ദേഹം നാരദ മഹർഷിയുമായി പങ്കിട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഭഗവത് സ്വരൂപം മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു കൃതി സമാധിയിൽ ഇരുന്ന് എഴുതാൻ തുടങ്ങുകയും ചെയ്തു. അതാണ് ഭാഗവതം. വേദവ്യാസൻ ഭാഗവതം മകനായ ശുകബ്രഹ്മ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും ശുകബ്രഹ്മൻ പരീക്ഷിത്ത് മഹാരാജാവിന് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മുനിശാപമേറ്റ പരീക്ഷിത് പൂർണ്ണ വിരക്തി വന്നവനായി ജലപാനം പോലുമില്ലാതെ ഗംഗാനദിക്കരയിൽ പ്രായോപവേശം ചെയ്യുവാനായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശുകബ്രഹ്മ മഹർഷി അവിടെ എത്തിയത്. ശുകബ്രഹ്മ മഹർഷി ഇത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരു സൂതനും ഈ കഥ കേട്ടു. കാലം കുറെ കടന്നു. അത് കഴിഞ്ഞപ്പോൾ ശൗനകാദി മുനിമാർ നൈമിഷാരണ്യത്തിന് ഭൗതിക സുഖത്തിന്റെ പരമകാഷ്ഠയായ സ്വർഗലോകം കാക്ഷിച്ചുകൊണ്ട് ഒരു യജ്ഞം ആരംഭിച്ചു. യദൃച്ഛ്യ ഈ സൂതൻ ഈ യജ്ഞശാലയിലെത്തി. ശുകമഹർഷിയിൽ നിന്ന് നേരിട്ട തത്വഗ്രഹണം സാധ്യമായ സൂതനോട് ശൗനകാദി മുനിമാർ അപേക്ഷിച്ചതിന്റെ ഫലമായി സൂതൻ പറയുന്നതായിട്ടാണ് ഭാഗവത കഥ എഴുതപ്പെട്ടിരിക്കുന്നത്. ഭാഗവതത്തിന് കുറഞ്ഞത് 1000 വർഷമെങ്കിലും പഴക്കമുണ്ട്.
2000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. യൂറോപ്യൻ ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ് പറയുന്ന പ്രകാരം 9ാം നൂറ്റാണ്ടിലോ 10ാം നൂറ്റാണ്ടിലോ എഴുതിയതായിരിക്കണം ഭാഗവതം. എന്നാൽ ചിലർ പറയുന്നത് സരസ്വതി നദിയെപ്പറ്റി മഹാനദി എന്നൊരു പരാമർശം ഭാഗവതത്തിലുള്ളതിനാൽ അത് വറ്റിപ്പോകുന്നതിന് മുൻപ് എഴുതിയതായിരിക്കണം ഭാഗവതം എന്നാണ്. സരസ്വതി നദി ക്രിസ്തുവിന് മുൻപ് 200 വർഷങ്ങൾക്ക് മുമ്പാണ് വറ്റിപ്പോയതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായും 2000 വർഷങ്ങൾക്ക് ഏറെ പഴക്കമുണ്ട് എന്ന വാദത്തിൽ കഴമ്പുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖമായ കൃതി വിശിഷ്യ വൈഷ്ണവ ഭക്തിയാണ്. 16ാം നൂറ്റാണ്ടിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം ഭാഗവതത്തിന്റെ സംഗ്രഹമാണ്. മലയാളത്തിൽ ഗദ്യവിവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യം പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാവാർത്ഥ കൗമുദി തന്നെ. 12 സ്കന്ധങ്ങളിലായി 332 അധ്യായങ്ങളിൽ 18,000 ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകൃതി, ഈ മഹാപുരാണം മലയാളത്തിലേക്ക് പദ്യവിവർത്തനം ചെയ്തത് മഹാകവി അക്കിത്തമാണ്. അദ്ദേഹം ഇവിടെ ഈ വേദിയിൽ വന്ന് ഭാഗവത പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ക്രിസ്തു ഭാഗവതം എഴുതിയ PC ദേവസ്യ മാസ്റ്ററെയും ഇത്തരണത്തിൽ സ്മരിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആധുനിക മനുഷ്യൻ ഭൗതികതയുടെ പിന്നാലെയാണ്. അവന് തത്വചിന്തയോ ആത്മീയതയോ അതൊന്നും അവനെ ആകർഷിക്കുന്നില്ല. ഇതെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം പിന്തിരിപ്പൻ ആശയങ്ങളാണ്. എങ്ങനെയും സ്വത്ത് സമ്പാദിക്കുക, വീണ്ടും സമ്പാദിക്കുക, വീണ്ടും വീണ്ടും സമ്പാദിക്കുക എന്നുള്ളതാണ് അവന്റെ ചിന്ത. ഈശ്വരൻ കനിഞ്ഞനുവദിച്ച ജീവിതം പാഴായി പോകുന്നതിൽ അവനൊരു വിഷമവുമില്ല. വിശ്വസാഹിത്യകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേ 1954 സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഹെമിംഗ്വേയുടെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരാണ് കിഴവനും കടലും, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ഈ ചെറിയ പുസ്തകം എളുപ്പം വായിച്ചു തീർക്കാം. നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുക വളരെ ഹ്രസ്വവും വളരെ സാഹിത്യ ഭംഗിയോടെ ഇതിൽ അനാവരണം ചെയ്തിരിക്കുകയാണ്. ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഒരു മുക്കുവനാണ്, വൃദ്ധനായ ഒരു മുക്കുവൻ. ആ മുക്കുവന്റെ പേര് സാന്റിയാഗോ എന്നാണ്. സാന്റിയാഗോയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താ? ഒരു വലിയ മീനിനെ പിടിക്കണം. പക്ഷെ അതിനുള്ള കോപ്പുകളൊന്നും ഈ മുക്കുവന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ തോണി. ഈ ചെറിയ തോണിയും ഒരു തുഴയും ഒരു ചെറിയ ചൂണ്ടയും. ഇതും പിടിച്ചുകൊണ്ട് ഒരു വലിയ മീനിനെ പിടിക്കണമെന്ന സ്വപ്നവുമായി ഈ വൃദ്ധൻ ഒരുപാട് പ്രാവശ്യം കടലിൽ പോയി. ഒന്നും കിട്ടിയില്ല. ചെറിയ ചെറിയ മീനിനെയൊക്കെ കിട്ടി. അപ്പോൾ കൂട്ടിന് ഒരു ചെറു പാലിനെയും കൂട്ടി. ഈ ചെറു പാലിനെയും കൂട്ടിക്കൊണ്ട് വൃദ്ധൻ വീണ്ടും ആഴക്കടലിലേക്ക് പോയി. ഒന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, എനിക്ക് മേല, ഞാനില്ല നിങ്ങളുടെ കൂടെ. അതിനെ ഉപേക്ഷിച്ചിട്ട് ചെറുക്കൻ ഈ ചെറുപാലൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ വൃദ്ധൻ നിരാശനൊന്നുമായില്ല. അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രകൃതക്കാരനൊന്നും ആയിരുന്നില്ല സാന്റിയാഗോ. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഒരു വലിയ സ്രാവിനെ, ഒരു കൊമ്പൻ സ്രാവിനെ പിടിക്കണം. അത് കിട്ടുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല എന്ന് ഈ വൃദ്ധൻ വിചാരിച്ചു. അങ്ങനെ ആ വലിയ മത്സ്യത്തെ അന്വേഷിച്ച് വൃദ്ധൻ മുന്നോട്ട് നീങ്ങി. ഒറ്റയ്ക്ക് ഇന്ന് വരെ പിടിക്കാൻ കഴിയാത്തത്ര വലിയ ഒരു മത്സ്യത്തെ പിടിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അയാൾ ഒരുക്കമായിരുന്നു. അങ്ങനെ കടലിൽ ഒരുപാട് ദിവസങ്ങൾ ഒറ്റയ്ക്ക് പിന്നിട്ടു. ഒരു ദിവസം സാന്റിയാഗോവിന്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുടുങ്ങി. മത്സ്യം വൃദ്ധനേക്കാൾ ശക്തനായിരുന്നു. അത് കിഴവനെയും കൊണ്ട് പാഞ്ഞു. ആ സമയം കടലിൽ വലിയ ഒരു കോളിളക്കമുണ്ടായി. രാക്ഷസ തിരമാലകളിൽപ്പെട്ട് അയാളുടെ വഞ്ചി ഊയലാടി. കൊടുങ്കാറ്റ് ചീറിയടിച്ചു. തിരമാലകൾ പർവ്വതാകാരങ്ങളായി. സാന്റിയാഗോവിന്റെ മുൻപിൽ
മരണം നൃത്തം ചവിട്ടി. പക്ഷേ കിഴവൻ നിരാശനായില്ല, ഭഗ്നാശനായില്ല. ഭീകരനായ സ്രാവ് സാന്റിയാഗോയും കൊണ്ട് വലിച്ചുകൊണ്ട് പുറംകടലിലെത്തി. സാന്റിയാഗോ വിട്ടുകൊടുത്തില്ല. അവസാനം നീന്തി നീന്തി കുഴഞ്ഞ് മത്സ്യം ചത്തു. അപ്പോഴേക്കും വൃദ്ധൻ ക്ഷീണിതനായിപ്പോയി. എന്നാലും വിട്ടുകൊടുക്കുന്ന പ്രവൃത്തിക്കാരനായിരുന്നില്ല സാന്റിയാഗോ. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച സന്ദർഭമാണ്. വലിയൊരു കൊമ്പൻ സ്രാവിനെ പിടിച്ചിരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ കരയിലെത്തിക്കണം. ക്ഷീണിതനായിരുന്നുവെങ്കിലും വൃദ്ധൻ ഈ സ്രാവിനെയും വലിച്ചുകൊണ്ട് കരയിലേക്ക് തുഴഞ്ഞു. അപ്പോൾ കടൽക്കാക്കകൾ വന്ന് ഈ ചത്ത മത്സ്യത്തെ കൊത്തി തിന്നാൻ തുടങ്ങി. ഒരു കൈ കൊണ്ട് കടൽക്കാക്കകളെ ആട്ടി ഓടിക്കുകയും മറുകൈ കൊണ്ട് തൊഴുകയും ചെയ്ത് വളരെ ബന്ധപ്പെട്ട് ഈ വൃദ്ധൻ അവസാനം കരയ്ക്കടുത്ത്. കരയിലെത്തി കഴിഞ്ഞിട്ട് വളരെ അഭിമാനപൂർവം അദ്ദേഹം തിരിഞ്ഞു നോക്കി. താൻ കൊണ്ടുവന്ന കൊമ്പൻ സ്രാവിനെ, എൻ്റെ ജീവിതാഭിലാഷമായ കൊമ്പൻ സ്രാവിനെ ഒന്ന് കാണണ്ടേ? അത് കാണാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? അവിടെ മത്സ്യമേ ഉണ്ടായിരുന്നില്ല, വെറും ഒരു അസ്ഥിപഞ്ജരം. കടൽക്കാക്കകളും ചെറുമീനുകളും എല്ലാം അതിൻ്റെ മാംസം അതിനോടകം തിന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ട് നിരാശനായി വൃദ്ധൻ ഇരുളിലേക്ക് മറയുകയാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താ? അവൻ സിംഹങ്ങളെ പിടിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത്. മനുഷ്യ ജീവിതം എന്നത് ഈ ഹെമിംഗ്വേ വരച്ചു കാട്ടിയ കിഴവിന്റെ ചിത്രം തന്നെയല്ലേ? എന്തെല്ലാം ആശകളാണ് നമുക്ക് ഓരോരുത്തർക്കും. സ്കൂട്ടർ ഓടിക്കുന്ന ആളിന്റെ ആഗ്രഹം എന്താ? എങ്ങനെയെങ്കിലും ഒരു മാരുതി 800 വേണം. മാരുതി 800 ഓടിക്കുന്ന ആളുടെ ആഗ്രഹം എന്താ? അതൊരു ഡിസയർ ആയിട്ട് മാറ്റണം. ഡിസയർ ഓടിക്കുന്ന ആളുടെ ആഗ്രഹം എന്താ? ഒരു ഹോണ്ട സിറ്റി വേണം. ഹോണ്ട സിറ്റി അടിക്കുന്ന ആളുടെ ആഗ്രഹം എന്താ? അത് പറ്റുമെങ്കിൽ ഒരു BMW അല്ലെങ്കിൽ ഔദിയോ അല്ലെങ്കിൽ അതൊരു മെർസിഡീസ് ബെൻസോ ആക്കി മാറ്റണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാണ്, കടലിലെ തിരമാലകൾ പോലെയാണ്. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അത് ഒരിക്കലും കുറയുന്നില്ല. ഇതിനെല്ലാം ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും നെട്ടോട്ടമോടുകയാണ്. ഭൗതിക സുഖങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം അത് സഫലമാകാൻ വേണ്ടി നാം മല്ലിടുകയാണ്. ഇതിൻ്റെ എല്ലാം അന്ത്യം എന്താണ്? ശാശ്വതമെന്ന് നാം കരുതുന്ന ഭൗതിക നേട്ടങ്ങൾ നമ്മെ യഥാർത്ഥ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ പര്യാപ്തമാകുമോ? ഭഗവാൻ വിഷ്ണുവിൻ്റെ വിവിധ അവതാര കഥകളിലൂടെ, ഭക്തന്മാരുടെ കഥകളിലൂടെയും ഭാഗവതം ലളിതമായി തത്വജ്ഞാനം വെളിവാക്കി തരുന്നു. ഭാഗവതത്തിലെ കഥകളെല്ലാം നാനാത്വത്തിന്റെ ഭ്രമത്വം ഉറപ്പുവരുത്തി ഭൗതിക വിഷയങ്ങളോട് വിരക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്നവയാണ്. ഭക്തിയോഗത്തിന്റെ പ്രമുഖ കൃതികളിൽ ഒന്നായി ഹൈന്ദവ തത്വചിന്തയിൽ ഭാഗവതത്തിനെ പറയുന്നു. ഭാരതമൊട്ടാകെയുള്ള വൈഷ്ണവ ഭക്തി മാർഗത്തിന്റെ പ്രമുഖ ഗ്രന്ഥമാണ് ഭാഗവതം. പക്ഷേ അദ്വൈത ചിന്തകരും ഭാഗവതത്തിന്റെ അദ്വൈത ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പൊതുവെ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിരക്തിക്ക് ഭാഗവതത്തിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നു. സന്യാസ അവധൂത മാർഗങ്ങളെ പറ്റിയും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലെ 11-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധരയോട് അദ്വൈതജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് ഉദ്ധ്വഗീത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭഗവത്ഗീതയെ പോലെ തന്നെ ഇതും മഹത്തായ ഒരു തത്വജ്ഞാന ഗ്രന്ഥമായി അറിയപ്പെടുന്നു. പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശുക മഹർഷി ഭാഗവതം ഉപദേശിച്ചത് 7 ദിവസമായിട്ടാണ്. നോക്കൂ, ഇന്ന് നമ്മളെല്ലാവരും സാംസ്കാരിക അപജയത്തെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ ഇടയിലായാലും ഞങ്ങളുടെ ഇടയിലായാലും പള്ളിയിൽ ചെന്നാലും കേൾക്കാം. അച്ഛന്മാർ പറയും, ഇന്നത്തെ തലമുറയെ കൊണ്ട് തോറ്റു, ഇവന്മാർക്കൊന്നും ഒരു ഭക്തിയുമില്ല, ഒരു വിശ്വാസവുമില്ല, വെറുതെ വന്ന് ഇങ്ങനെ കുരിശി മരിച്ചിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവർക്ക് ഈ പണ്ടത്തെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ, കഥകൾ, സംഭവങ്ങൾ ഇതൊന്നും അവർക്ക് പരിചിതമല്ല. നോക്കൂ, രാമായണത്തിലെ ഒരു ഭാഗമുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അത് എങ്ങനെയാണ് ഈ ഭാഗം എന്നറിയാമോ?
രാമനും ലക്ഷ്മണനും കൂടി സീതയെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ അവർ സീതയെ അന്വേഷിച്ചിട്ട് കിഷ്കിന്ധയിൽ ചെല്ലുന്നു. അവിടെ വാനവരുടെ നേതാവായ രാജാവായ സുഗ്രീവനെ കാണുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഞങ്ങളുടെ സീതാദേവിയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എങ്ങാനും നിങ്ങളെ കാര്യങ്ങൾ കണ്ടോ? അറിയാമോ? അവിടെ നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ? അപ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങൾക്കൊരു വിവരവുമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലല്ല, കുറച്ചു നാൾക്ക് മുമ്പ് ഒരു പുഷ്പ വിമാനത്തിൽ സീതയെ ആരോ കൊണ്ടുപോകുന്നു, ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്ന കണ്ടു. സീത ആവുമോ എന്നറിയില്ല. രാമ, ലക്ഷ്മണ എന്നൊക്കെ നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് കഴുത്തിൽ കിടന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. ഇതിൽ ആരോ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഈ കളഞ്ഞു കിട്ടിയ ആഭരണം കൊണ്ട് രാമന്റെ മുൻപിൽ കൊണ്ടുപോയി. കണ്ടാഭരണമായിരുന്നു, കഴുത്തിൽ നെക്ലെസ്. അത് കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് ചോദിക്കുക, ലക്ഷ്മണ, ഇത് സീതാദേവിയുടെ നെക്ലെസ് കണ്ടാഭരണം തന്നെയാണോ? അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഇത് കണ്ടാഭരണമാണെന്ന് ഉറപ്പ്, പക്ഷെ ഇത് സീതാദേവിയുടേതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ പാദസരങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞേനെ. കണ്ടാഭരണം എനിക്കറിയില്ല, കാരണം ഞാൻ സീതാദേവിയുടെ പാദങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതായിരുന്നു അന്നത്തെ സംസ്കാരം. എല്ലാ സ്ഥലത്തും എല്ലാ കാലങ്ങളിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ഞാനിതെങ്ങനെ പഠിച്ചെന്നറിയാമോ? ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഇങ്ങനെ സ്കൂളിലൊക്കെ നടക്കുന്ന പ്രസംഗ മത്സരങ്ങളിലൊക്കെ പോകും. അതൊക്കെ പോയി സമ്മാനമൊക്കെ പഠിച്ചപ്പോൾ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മ പറയും, ബർത്ത്ഡേക്ക് എനിക്ക് തന്ന ഒരു സമ്മാനം കുട്ടികളുടെ രാമായണം. ഒരു വർഷം മാലി എഴുതിയ കുട്ടികൾ, എനിക്കിപ്പോഴും എൻ്റെ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്, കുട്ടികളുടെ രാമായണം. അത് കഴിഞ്ഞ് അടുത്ത വർഷം കുട്ടികളുടെ മഹാഭാരതം, അതും മാലി എഴുതിയത്. എന്നിട്ട് പറയും, മോൻ വലുതാവുമ്പോൾ ഇത് ഉപകരിക്കും. പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്, എഴുതാൻ തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ രാമായണവും മഹാഭാരതവും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ഇത് മഹാസാഗരമാണ്. ഇത് വായിക്കാതെ, ഇതിൽ മുങ്ങിത്തപ്പാതെ, ഇതിൽ നിന്ന് മുത്തുകൾ പെറുക്കിയെടുക്കാതെ വലിയ പ്രസംഗകനോ വലിയ എഴുത്തുകാരനോ ആകാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു തന്നതാണ് എനിക്കിന്ന് ഗുണകരമായത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ധൈര്യസമേതം ഇപ്പോൾ രാമായണത്തിലെ കഥയും മഹാഭാരതത്തിലെ സന്ദർഭങ്ങളുമൊക്കെ പറയാൻ കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവർ അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അവരെ അതിനെ സന്നദ്ധരാക്കുന്നുണ്ടോ? നോക്കൂ, നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നല്ല ചിന്തകൾ ഉണ്ടാകണം. നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ നല്ല വർത്തമാനം ഉണ്ടാവും. നല്ല വർത്തമാനം ഉണ്ടായാൽ നല്ല പ്രവൃത്തി ഉണ്ടാവും. സച്ചിന്തകൾ, സത്വർത്തമാനം. സത്വർത്തമാനം ഉണ്ടായാൽ സത്കർമ്മം ചെയ്യാൻ സാധിക്കും. നല്ല കർമ്മം ഉണ്ടായാൽ അത് നല്ല സ്വഭാവമായി മാറും. ആ നല്ല സ്വഭാവം ഉണ്ടായാൽ നല്ല ഒരു പേഴ്സണാലിറ്റി, നല്ല വ്യക്തിയായി മാറും. അപ്പോൾ നല്ല ചിന്തകൾ, നല്ല തോട്ട്സ് ഉണ്ടാവണം. ആ ചിന്തകളാണ് നല്ല സംസാരത്തിന് വഴിതെളിക്കുന്നത്. ആ നല്ല സംസാരമാണ് നല്ല പ്രവൃത്തികൾക്ക് വഴി കൊടുക്കുന്നത്. ആ നല്ല പ്രവൃത്തികൾ നല്ല സ്വഭാവത്തിനും നല്ല വ്യക്തിത്വത്തിനും അത് വഴി കൊടുക്കുന്നു. ഞാൻ ഉപസംഹരിക്കട്ടെ. ഭാഗവത ഹംസം ബ്രഹ്മശ്രീ മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജീവിതത്തിൽ നാം പഠിക്കുന്ന പാഠം എന്താണ്? അത് സർവവും ദൈവത്തിന് അടിയറ വെച്ച് ഈശ്വരോപാസനം നടത്തണമെന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, നാം ആദ്യമേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശ്വരോപാസനം എന്നത് സർവവും അടിയറ വെച്ചുള്ളതായിരിക്കണം, പാതിയില്ല. ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സ്വാമി ഭക്തന്മാരെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. 41 ദിവസം വ്രതം നോക്കി, കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച്, മലയിട്ട്, പിന്നെ കല്ലും മുള്ളും താണ്ടി ഇരുമുടിക്കെട്ടുമായി അവർ ശബരിമലയിൽ ചെല്ലുന്നു. അവിടെ ദേവസന്നിധിയിൽ ചെന്നതിന് ശേഷം ഭക്തൻ ചെയ്യുന്നത് എന്താ? ഇരുമുടിക്കെട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് അദ്ദേഹം അത് എറിഞ്ഞ് ഉടയ്ക്കുന്നു. ഇവിടെയും കുറച്ചു മുമ്പ് ഞാൻ അത് ചെയ്തു. എന്താണ് ഈ ഭക്തൻ ചെയ്യുന്നത്? ദേവന്റെ മുൻപിൽ ഈ തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കുന്നതിന് അതൊരു പ്രതീകമാണ്. ഞാൻ 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 എന്ന ചിന്ത, എൻ്റെ എല്ലാ അഹംഭാവവും, ഞാൻ എന്നുള്ള എൻ്റെ എല്ലാ വിചാരങ്ങളും
ഞാനിതാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മുൻപിൽ ഞാനിതാ എറിഞ്ഞുടയ്ക്കുന്നു. ഞാൻ എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഞാൻ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു എന്നാണ് ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ നമ്മുടെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ മുൻപിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും എറിഞ്ഞുടയ്ക്കാൻ നാം തയ്യാറാവണം. അപ്പോഴാണ് ഈശ്വരോപാസന സാഫല്യമണിയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. ശ്രീ ജിജി തോംസൺ അവർ നമ്മുടെ മള്ളിയൂർ ജയന്തി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ